വന്ദേമാതരത്തിലെ വരികൾ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് അക്കാലത്ത് വലിയ ചർച്ചകൾ കോൺഗ്രസിനകത്തും നടന്നിരുന്നു. ഈ കവിതയെ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ തന്നെയായിരുന്നു സുഭാഷ് ചന്ദ്രബോസും ഗാന്ധിജിയും കണ്ടത്. ഗാന്ധിജി പറഞ്ഞത്, ആരെങ്കിലും ഈ കവിതയുടെ വരികളിൽ പ്രശ്നമുന്നയിക്കുന്ന പക്ഷം അത് പൊതുവേദികളിൽ ചൊല്ലരുത് എന്നാണ്. അത് മതേതര കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലുള്ള പരാമർശമായിരുന്നു. കവിതയിലെ ഹിന്ദു ദൈവ പരാമർശങ്ങൾ കാരണം മുഹമ്മദ് അലി ജിന്നയും മുസ്ലിം ലീഗും വന്ദേമാതരത്തെ എതിർത്തിരുന്നു. മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കുന്ന കവിതയാണിതെന്ന് ജിന്ന തുറന്നു പറയുകയും ചെയ്തിരുന്നു. വിഷയത്തിൽ നിർദ്ദേശം തേടി നെഹ്റു അക്കാലത്ത് രവീന്ദ്രനാഥ് ടാഗോറിന് കത്തയച്ചു. ടാഗോർ തിരിച്ച് നെഹ്റുവിന് അയക്കുന്ന കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: കവിതയുടെ ആദ്യ ഭാഗത്ത് പറയുന്ന മൃദുത്വവും ഭക്തിയും മാതൃരാജ്യത്തിന്റെ ഭംഗിയും സുപ്രധാന ഘടകങ്ങളും വിശദീകരിക്കുന്നതാണ്. പക്ഷെ ബാക്കി വരുന്ന ഭാഗത്തെ ഒരു സിമ്പതിയുമില്ലാതെ ഞാൻ എതിർക്കുന്നു. ബങ്കിമിന്റെ കവിത മുസ്ലിം വികാരങ്ങളെ വ്രണപ്പെടുത്തുമെന്ന് കരുതുന്നതിൽ തെറ്റു പറയാനാവില്ലെന്നും അതുകൊണ്ട് ആദ്യ ഭാഗം സ്വീകരിക്കുന്നതാണ് നല്ലതെന്നും ടാഗോർ വിശദീകരിക്കുന്നുണ്ട്. ചരിത്രത്തെ വളച്ചൊടിക്കൽ BJPയും RSSും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതിന്റെ ബാക്കി എന്നോണം ഇപ്പോൾ നടത്തുന്ന പ്രചാരണങ്ങൾക്ക് പിന്നിൽ 2026 വരാനിരിക്കുന്ന പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പാണ്. നോക്കൂ, എന്താണ് ബംഗാളിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം? കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും വേരറുക്കപ്പെട്ടിരിക്കുന്നു. മുഖ്യ രാഷ്ട്രീയ കക്ഷി തൃണമൂൽ കോൺഗ്രസ് ആണ്. ബംഗാളിൽ വലിയൊരു വിഭാഗം വരുന്ന ന്യൂനപക്ഷം അടക്കം വരുന്നതാണ് തൃണമൂൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക്. ആദ്യം മമതയുമായി ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും എല്ലാം പാളി രാഷ്ട്രീയ വൈരത്തിൽ തുടരുന്ന മോദിക്കും BJPക്കും ഇക്കുറിയെങ്കിലും തൃണമൂലിനെ വീഴ്ത്തുക എന്നത് അത്ര ചെറിയ ശ്രമമായിരിക്കില്ല. അതിനായി കാലേ കൂട്ടി തീരുമാനിച്ച സ്ക്രിപ്റ്റാണ് വന്ദേമാതരം. വന്ദേ മാതരം के 150 वर्ष निमित्त इस ऐतिहासिक अवसर के हम साक्षी बन रहे हैं. 2021 294 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 215 സീറ്റുകളിലേക്കാണ് തൃണമൂൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. 77 സീറ്റുകളിലെത്തിയ BJP പ്രതിപക്ഷവുമായി. ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും ഒരു സീറ്റ് പോലും ലഭിച്ചില്ല. മമത മുസ്ലിം പ്രീണനം നടത്തുന്നുവെന്ന വർഗീയ ചീട്ടെറിഞ്ഞുകൊണ്ടാണ് ബംഗാളി ഹിന്ദുക്കൾക്കിടയിൽ BJP തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. ഇക്കുറി ബംഗാളിൽ പ്രചാരണം നടത്താൻ അതേ മണ്ണിൽ പ്രവി കൊണ്ട വന്ദേമാതരത്തെക്കാൾ മികച്ച ആയുധം അവർക്കിനി കിട്ടാനുണ്ടോ?